സീറത്തുൻ നബി എന്ന് പറയുന്നത് കേവലം ജനനം മുതൽ വഫാത്ത് വരെയുള്ള അതിൻ്റെ ബയോഡേറ്റ മാത്രമല്ല, അത് സീറത്തുൻ നബിയുടെ ഒരു ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഷമായിൽ, ദലായിൽ, ഖസായിസ്, ഫളായിൽ ഇങ്ങനെ തുടങ്ങിയ സീറയുടെ വ്യത്യസ്ത ഉപജ്ഞാനശാഖകൾ അതുകൂടി മനസ്സിലാക്കുമ്പോഴേ ഇൽമുൽ മുഹമ്മദിയ എന്ന ഒരു വലിയ ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ സീറ വായിക്കുമ്പോൾ കേവലം സീറത്തുൻ നബിയിലെ ആ ഡേറ്റുകളും താരീഖുകളും മാത്രം വായിക്കുന്നതിന് പകരം അതിൻ്റെ ഒരു കോംപ്രിഹെൻസീവ് റീഡിങ്ങിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കൃത്യമായ ധാരണയുള്ളൊരു വായന, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ചിത്രം കിട്ടുന്നൊരു വായന നമ്മൾ വായിക്കേണ്ടതുണ്ട്. അതിന് സ്വാഭാവികമായും നമുക്ക് സീറ ഗ്രന്ഥങ്ങൾ മാത്രമല്ല, സീറത്തുൻ നബിയിൽ പരാമർശിക്കപ്പെട്ട ദേശപഠനങ്ങളുണ്ട്. ഫുതൂഹുൽ ബുൽദാൻ പോലെ, മുഅ്ജമുൽ ബുൽദാൻ പോലെ, മുഅ്ജമുൽ മആലിം പോലെ, ആധുനികമായി രചിക്കപ്പെട്ട നസായിബുൽ മആലിം പോലെ, മുഅ്ജമുൽ മസ്തഅജമ മിനൽ ബുൽദാൻ, ഇങ്ങനെ ആധുനികമായും പൗരാണികമായും രചിക്കപ്പെട്ട ടെക്സ്റ്റുകളുണ്ട്. ബലാദിരിയുടെയും സംഹൂദിയുടെയും ഒക്കെ രചനകൾ അത്തരത്തിലുള്ളതാണ്. സീറയിൽ രചിക്കപ്പെട്ട ദേശപഠനങ്ങളെ കുറിച്ചുകൂടി നമ്മുടെ വായനകൾ വികസിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടും. ഒരുപക്ഷെ സീറത്തുൻ നബിയിൽ നമ്മൾ ചില ഹദീസുകൾ പരാമർശിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇന്ന ഹൗദി മിൻ ഐല ഇല അദൻ എന്നൊരു ഹദീസുണ്ട്. എൻ്റെ ഹൗദ് എന്ന് പറയുന്നത് അതിൻ്റെ നീളം പരാമർശിക്കുന്നിടത്ത് ഐല മുതൽ അദൻ വരെയാണ് എന്ന് ഒരു ഹദീസ് കാണാം. എന്തിനാണ് ഈ രണ്ട് പട്ടണങ്ങളെ പരാമർശിക്കാനുള്ള ഒരു കാരണം എന്താണ്? അന്ന് അറേബ്യയിൽ വേറെയും പട്ടണങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഐല എന്നുള്ളതും അദൻ എന്നുള്ളതും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ദിക്കുകളിൽ കിടക്കുന്ന പ്രദേശമാണ്. ഇത് നമ്മൾ അതിൻ്റെ ഒരു ജിയോഗ്രഫി പരിശോധിക്കുമ്പോൾ അന്നത്തെ അറേബ്യയുടെ വടക്കു പടിഞ്ഞാറൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ഐല എന്ന് പറയുന്നത്. ഇന്നത്തെ ജോർദാന്റെ ഭാഗമാണ്. അദൻ എന്ന് പറയുന്നത് അറേബ്യയുടെ തെക്കൻ ഭാഗമാണ്. ജസീറത്തുൽ അറബിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള രണ്ട് പട്ടണങ്ങളെ പരാമർശിക്കുന്നതിലൂടെ അന്നത്തെ അറേബ്യൻ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന രണ്ട് ദൂരങ്ങളെ രണ്ട് പട്ടണങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. അദൻ എന്ന് പറയുന്നത് ഇന്നത്തെ യമനിന്റെ തീരദേശ പ്രദേശമാണ്. ഒരു റിവായത്ത് പ്രകാരം ഐല മുതൽ സ്വൻആ വരെ എന്നുണ്ട്. സ്വൻആ അദനിന്റെയും മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് അദൻ. അതുപോലെ അറേബ്യയുടെ വടക്കു പടിഞ്ഞാറൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഐല. ഈ രണ്ട് പട്ടണങ്ങളുടെയും ഭൂമിശാസ്ത്രത്തെ കൂടി ഉൾക്കൊള്ളുമ്പോഴേ നമുക്ക് ആ ഹദീസിന്റെ ആത്മാവിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ ഭൂമിശാസ്ത്രം, അറ്റ്ലസുകൾ എങ്ങനെയാണ് സീറയിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഷൗഖി അബു ഖലീലിന്റെ അറ്റ്ലസു സീറത്തുൻ നബവിയ എന്ന ഒരു അറ്റ്ലസ് ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതിൽ ഓരോ യുദ്ധങ്ങളും എവിടെ സംഭവിച്ചു, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, മുസ്ലിം സൈന്യം എവിടെ സ്ഥിതി ചെയ്തിരുന്നു, ശത്രു സൈന്യം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇതിൻ്റെ കൃത്യമായൊരു ചിത്രം കിട്ടുമ്പോഴേ യുദ്ധവായനയുടെ ആത്മാവ് നമ്മിലേക്ക് എത്തുകയുള്ളൂ. ഒരു യുദ്ധം വായിക്കുമ്പോൾ അതിലാരൊക്കെ കൊല്ലപ്പെട്ടു, എവിടെയാണ് യുദ്ധം നടന്നത് എന്ന കേവല വിവരണത്തിനപ്പുറം അതിൻ്റെ ഭൂമിശാസ്ത്രം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ആ യുദ്ധം, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തിയ നയതന്ത്രപരമായ പ്രാവീണ്യം, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഖന്തക് യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് ഷൗഖി അബു ഖലീൽ ആ കിടങ്ങിൻ്റെ കൃത്യമായ നീളം രേഖപ്പെടുത്തുന്നുണ്ട്. 5544 മീറ്റർ ആയിരുന്നു, അഥവാ 5 കിലോമീറ്ററിൽ പരം വരുന്ന നീളമായിരുന്നു അന്നത്തെ കിടങ്ങിനുണ്ടായിരുന്നത്. ഹറത്തുൽ വബുറ മുതൽ ഹറത്തു വാക്കിം വരെ നീണ്ടു കിടക്കുന്ന 5 കിലോമീറ്റർ. അതിൻ്റെ ആഴത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, അതിൻ്റെ വീതിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ ശരാശരി നീളവും അനുമാനങ്ങളുമാണ്. എങ്കിൽ പോലും അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രമുണ്ട്. ഇന്നത്തെ ഹറത്തു വാക്കി മുതൽ ഹറത്തുൽ വബുറ വരെ ആയിരുന്നു ആ കിടങ്ങുണ്ടായിരുന്നത്. അപ്പോൾ മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന് ഖുറൈശികളും ബനൂ സുലൈം ഗോത്രവും ഖത്ഫാൻ ഗോത്രവും മഖ്ദ ഗോത്രങ്ങളും ഒക്കെ ഒരുമിച്ച് വലിയൊരു പടയണിയായി മദീനയിലേക്ക് വരികയും അവർക്ക് ഒറ്റ ആൾക്ക് പോലും, ഇക്രിമ ബിൻ അബി ജഹൽ, അംറുദ്ദിൽ ആമിർ, ഇങ്ങനെ ഒന്നോ രണ്ടോ ആളുകൾക്കല്ലാത്തവർക്കൊന്നും മദീനയിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. മദീനയിലെ കിടങ്ങ് ചാടിക്കടക്കാൻ കഴിഞ്ഞില്ല. സൽമാനുൽ ഫാരിസിയുടെ യുദ്ധതന്ത്രം എത്രമേൽ കൃത്യമായിരുന്നു എന്ന് നമ്മൾ അപ്പോൾ വായിക്കും. അവർക്കാർക്കും ഈ കിടങ്ങ് കടക്കാൻ കഴിഞ്ഞില്ല. സർവായുധ സജ്ജരാണ്, വലിയ സംവിധാനങ്ങൾ അവർക്ക് മുമ്പിലുണ്ട്. ഒരാൾക്ക് പോലും ഈ കിടങ്ങ് ചാടിക്കടക്കാൻ കഴിയാതിരുന്നതിന് കാരണം ആ കിടങ്ങ് നിർമ്മിച്ചത് മദീനയിലെ 2 ഹറകൾക്കിടയിലായിരുന്നു. ഹറ എന്ന് പറയുന്നത് പഴയകാലത്ത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ കല്ലുകൾ നിലനിൽക്കുന്ന മലകളാണ്, കറുത്ത കല്ലുകളുള്ളതാണ്. അതിലൂടെ ഒട്ടകങ്ങളെയും കുതിരകളെയും പായിക്കാൻ കഴിയില്ല, മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇടതൂർന്ന് കിടക്കുന്ന ഈത്തപ്പന
സന്ദർശന മരങ്ങളാണ്. ഇതിലൂടെയൊന്നും സൈനികർക്കോ യുദ്ധപ്പടയാളികൾക്കോ കുതിരപ്പടയാളികൾക്കോ സഞ്ചരിക്കാൻ കഴിയില്ല. അങ്ങനെ കൃത്യമായൊരു സ്ഥലത്ത് 5 കിലോമീറ്റർ നീളമുള്ള 40-ലേറെ ദിവസം വർക്കെടുത്തുകൊണ്ട് ഒരു വലിയ കിടങ്ങ് നിർമ്മിക്കുന്നു. അതിൻ്റെ ഭൂമിശാസ്ത്രം പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഖന്തക്കിൻ്റെ ആത്മാവിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അറ്റ്ലസുകൾ സീറത്തു നബിയിൽ എങ്ങനെയാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ മറ്റു പല അറ്റ്ലസുകൾ ലഭ്യമാണ്. ഓരോ സ്വഹാബിമാരുടെയും കാലത്ത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലത്ത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഉസ്മാൻ തങ്ങളുടെ കാലത്ത്, അലിയാരുടെ കാലത്ത്, ഇങ്ങനെ എല്ലാ സ്വഹാബിമാരുടെയും കാലത്ത് നടന്ന ശരീഅത്തുകൾ, സൈനിക പര്യടനങ്ങൾ, മിലിറ്ററി എക്സ്പെഡിഷൻസ്, ഇതിൻ്റെയൊക്കെ കൃത്യമായ റൂട്ട് മാപ്പ് വിശദീകരിക്കുന്ന അറ്റ്ലസുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ആധുനികമായി രചിക്കപ്പെട്ട അറ്റ്ലസുകളുണ്ട്. അറ്റ്ലസു ത്വരിഖ് ഹിജ്റത്തിൻ നബവിയ്യ എന്ന് പറഞ്ഞുകൊണ്ട് മുഹന്ദിസ് ജമാൽ അലി ഷവാലി അടക്കമുള്ള സൗദി അറേബ്യയിലെ 3 പണ്ഡിതർ രചിച്ച ഒരു അറ്റ്ലസ് ഉണ്ട്. ആ അറ്റ്ലസിൽ ഹിജറയുടെ റൂട്ട് മാപ്പ് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറക്കിടയിൽ കടന്നുപോയ 50-ലേറെ ലാൻഡ്മാർക്കുകളെ കുറിച്ചും അതിൻ്റെ മാപ്പുകളും കൃത്യമായി വിശദീകരിക്കുന്ന അറ്റ്ലസ് ഇന്ന് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഇങ്ങനെ സീറത്തു നബിയെ അതിൻ്റെ ആത്മാവ് തൊട്ടുകൊണ്ട് വായിക്കണമെങ്കിൽ നമ്മൾ ഇത്തരം അറ്റ്ലസുകളെ കൂടി പരിഗണിക്കേണ്ടി വരും. മറ്റു നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ജ്ഞാനശാഖ എന്ന് പറയുന്നത് ഫിഖ്ഹു സീറ എന്നുള്ളതാണ്. എന്താണ് ഫിഖ്ഹു സീറയുടെ മെത്തഡോളജി എന്ന് പറയുന്നത്? സാധാരണ സീറ എന്നുള്ളത് ജനനം മുതൽ മരണം വരെയുള്ള കേവല വിവരണങ്ങൾ മാത്രമാണെങ്കിൽ ഫിഖ്ഹു സീറ എന്നുള്ളത് ഓരോ കാലത്തെയും അഡ്രസ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ 1-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സീറത്തു നബി അല്ല ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെടേണ്ടത്. അതിൻ്റെ ഡേറ്റുകളും താരീഖും ഒക്കെ ഒന്നാണെങ്കിൽ പോലും ഓരോ കാലഘട്ടത്തിലും രചിക്കപ്പെടേണ്ടത് വ്യത്യസ്ത സീറകളാണ്. ഓരോ കാലഘട്ടത്തിലെ മനുഷ്യരോടും ഓരോ ദേശങ്ങളോടും സംവദിക്കേണ്ടത് പ്രവാചകരുടെ ഒരേ സംഭവങ്ങളാണെങ്കിൽ പോലും വ്യത്യസ്ത ഡയമെൻഷനിലൂടെയാണ് അത് അവതരിപ്പിക്കപ്പെടേണ്ടത്. ഇന്ന് നമ്മൾക്ക് ലഭ്യമായ ഏറ്റവും മികച്ച ഫിഖ്ഹു സീറ എന്ന് പറയുന്നത് റമളാൻ ബൂത്തിയുടെ ഫിഖ്ഹു സീറയാണ്. ആധുനിക കാലത്തെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത്. അതിൻ്റെ വിധിവിലക്കുകൾ പറയുന്നുണ്ട്, ഈ കാലത്തിന് പകർത്താൻ പറ്റുന്ന പാഠങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ആദ്യകാലത്ത് രചിക്കപ്പെട്ട ഒരു ഫിഖ്ഹു സീറയല്ല ആധുനിക കാലത്ത് രചിക്കപ്പെടേണ്ടത്. പൗരാണിക അറേബ്യയെ അഭിസംബോധന ചെയ്ത ഒരു സീറയല്ല ആധുനിക ആൽഫ മനുഷ്യൻ അഭിസംബോധന ചെയ്യേണ്ടത്. ഇങ്ങനെ സീറത്തു നബിയിൽ ഓരോ കാലങ്ങൾക്കനുസരിച്ചും ദേശങ്ങൾക്കനുസരിച്ചും രചനാ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലങ്ങളെയും അഡ്രസ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1-ാം വയസ്സ് മുതൽ 63-ാം വയസ്സ് വരെയുള്ള ജീവിതമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നതെങ്കിൽ പോലും ഓരോ കാലഘട്ടങ്ങളിലും ആ പരിചയപ്പെടുത്തലിൻ്റെ ഡയമെൻഷൻ വ്യത്യാസപ്പെടുന്നുണ്ട്. ഓരോ തലമുറകളിലും വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ തലമുറകൾക്കനുസരിച്ച് സീറയെ പരിഷ്കരിക്കേണ്ടതും അതിന് പുതുഭാവങ്ങൾ നൽകേണ്ടതും നമ്മുടെ കൂടി ബാധ്യതയാണ് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. വളരെ ആധികാരികമായി നബിചരിത്രത്തിലെ ആധികാരികതകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന പ്രിയപ്പെട്ട ജാബിർ ബുഖാരി